ഓം നമോ വിശ്വരൂപായ നമഃ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്കിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. ഓംകാരമായ പൊരുൾ ത്രിമൂർത്തികളായി പിരിഞ്ഞ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി ആ ബോധം ഉണ്ടാക്കുവാൻ സാക്ഷിയായി നിന്നത് ഹരിനാരായണനാണ്. വിഷ്ണു ഭഗവാന്റെ 3 മൂർത്തിഭാവങ്ങൾ തത്വാധിഷ്ഠിത വിഷ്ണു, ഗർഭോദായക വിഷ്ണു, ക്ഷീരോദായക വിഷ്ണു, അങ്ങനെ പല പേരുകളിലും പല രൂപത്തിലും അറിയപ്പെടുന്നത് എന്നെ തന്നെ. പരമ്പൊരുളൊന്നേ രണ്ടില്ല, ഉന്മയുമൊന്നേ പലതില്ല. ഹരിയും ഹരനും ഹരിഹരസുതനും അതിനുടെ പല രൂപങ്ങൾ എല്ലാം എന്നിലും. എന്നാൽ ഞാൻ ഒന്നിലും ഇല്ല. ഭൂതവും വർത്തമാനവും ഭാവിയും എനിക്കറിയാം. ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. ഹംസവൈരിയായ കൃഷ്ണനെ നമുക്കറിയാം. എന്നാൽ കൃഷ്ണവൈരിയായ ഹംസൻ ഇല്ല. ഭഗവാന് ശത്രുക്കളില്ല. എന്നാൽ ഹംസൻ തൻ്റെ ശത്രുവിനെ കൃഷ്ണനെ ക്ഷണിച്ചു വരുത്തി മരണം വരിച്ചു. ഭഗവാന് ശത്രുക്കളില്ല. അതുപോലെ ഭക്തന്മാർക്കുമില്ല ശത്രുക്കൾ. എന്നാൽ ശത്രുക്കളായി കരുതി പലരും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഭക്തൻ ഒരിക്കലും തൻ്റെ ശത്രുക്കളെ തേടിപ്പോകരുത്. അവർ വന്ന് ശിക്ഷ അനുഭവിച്ചുകൊള്ളും. പെരുമ്പാമ്പ് ഇര തേടി പോകാറില്ല. എന്നാൽ ഇര പെരുമ്പാമ്പിന് തേടിയോ. പ്രഹ്ലാദൻ ഒരിക്കലും തൻ്റെ പിതാവിനെ ശത്രുവായി കണ്ടില്ല. എന്നാൽ ഹിരണ്യകശിപു നാരായണനെ ക്ഷണിച്ചു വരുത്തി മരണം വരിച്ചു. അപ്പോഴും പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞു തൻ്റെ പിതാവിന് മാപ്പ് കൊടുക്കാൻ മുക്തി നൽകാനുമാണ്. ഭക്തനാകാൻ പഠിപ്പും ബിരുദാനന്തര ബിരുദവും വേണ്ട. നാരദൻ ഭക്തനായത് തൻ്റെ മാതാവിൽ നിന്നും ഋഷിമാരിൽ നിന്നും. നാരദൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. അമ്മ ഋഷിമാരുടെ സേവികയായിരുന്നു. നാരദൻ സദാ നാരായണ 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 മന്ത്രം ഉരുവിടുകയും പ്രാപ്തി നേടുകയും ചെയ്തു. പ്രാപ്തി നേടിക്കൊണ്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുക, അതാണ് പ്രാർത്ഥന. കലിയുഗത്തിൽ ആർക്കും ചെയ്യാൻ കഴിയും. തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉരുവിടുക. ഭക്തനാകുക, ജീവിത വിജയം നേടുക. ജയ് ശ്രീകൃഷ്ണ.